പ്രസിഡന്റ് ഡോക്ടർ അൻവർ സാദത്ത് അടക്കമുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ബഹുമാന്യരായ നേതാക്കന്മാർ, ഖുർആൻ പഠിതാക്കളായ ഈ സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇവിടെ ഹാഷിം സൂചിപ്പിച്ചു രാവിലെ ഉദ്ഘാടന സമ്മേളനത്തിൽ വരാൻ കഴിയാതിരുന്നതിൻ്റെ കാരണം. എങ്കിലും ഇന്ന് 10 തദ്ദേശ സ്ഥാപനങ്ങളാണ് ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ളത്. ഇത് വളരെ വിസ്തൃതമായ ഒരു നിയോജക മണ്ഡലമാണ്. ഏതാണ്ട് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തെത്തണേ 100 കിലോമീറ്റർ എടുക്കും, അത്ര വിസ്തൃതമാണ്. എങ്കിലും അതിനിടയിലും ഇവിടെ വരണം, നിങ്ങളെ കാണണം, നിങ്ങളോട് ഒരു വാക്കെങ്കിലും സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് നിങ്ങളെല്ലാവരും ഖുർആൻ പഠിക്കുന്നവരായതുകൊണ്ടാണ്. ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ നന്മ ഉൾക്കൊള്ളുക, വെളിച്ചത്തെ സ്വീകരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. 7-ാം നൂറ്റാണ്ടിൽ ലോകം മുഴുവൻ തിന്മയുടെയും അധാർമികതയുടെയും അന്ധകാരം നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ മാനവരാശിക്ക് വെളിച്ചമായിട്ടാണ് ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അന്ന് മുതൽ മാനവരാശിക്ക് ഏറ്റവും അധികം വെളിച്ചം നൽകുന്ന, തിന്മയെ ഉന്മൂലനം ചെയ്യുന്ന, നമ്മുടെ ഭാരതീയ തത്വസംഹിതയിൽ പറയുന്ന പോലെ തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന മഹാഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, ലോകം കണ്ട ഏറ്റവും മഹാനായ ഭരണാധികാരിയായി വാഴ്ത്തപ്പെടുന്ന വ്യക്തിത്വമാണ് രണ്ടാമത്തെ ഖലീഫയായ ഖലീഫ ഉമർ. ഖലീഫ ഉമറിൻ്റെ ജീവിതം എങ്ങനെയാണ് മാറിയത് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചാൽ അതൊരു അധികപ്പറ്റും അവിവേകവുമാണ്. കാരണം എന്നേക്കാൾ അക്കാര്യത്തിലെല്ലാം നല്ല ഗ്രാഹ്യമുള്ളവരാണ് വേദിയിലും സദസ്സിലുമുള്ള ആളുകൾ. ഒരിക്കൽ ഏറ്റവും വലിയ തിന്മയുടെ വ്യക്തിത്വമായി പ്രവാചകനെ കൊലപ്പെടുത്താൻ കച്ചകെട്ടി നടന്നിരുന്ന ഖലീഫ ഉമർ ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എങ്കിൽ അത് പരിശുദ്ധ ഖുർആന്റെ ആ വലിയ വിസ്മയമാണ്. താഹ എന്ന അധ്യായത്തിലെ അതിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച ഉദ്ബോധനങ്ങളാണ്. ആ ഒറ്റ സാക്ഷ്യം മാത്രം മതി പരിശുദ്ധ ഖുർആന്റെ ആ വലിയ പ്രാധാന്യവും ആ ഉദ്ബോധനത്തിന്റെ ദൈവികതയും ശക്തിയും എല്ലാം നമുക്ക് വെളിവാകാൻ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ ഖുർആൻ പഠിക്കാനെടുത്ത തീരുമാനം, ഖുർആന്റെ ഏറ്റവും വലിയ അന്തസത്തയിൽ അധിഷ്ഠിതമായ ആഹ്വാനം ഇഖ്റ, ആ ആഹ്വാനത്തിന്റെ പിന്നാലെ വരുന്നത് കൊണ്ടാണ് വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, ഹൃദയസ്ഥമാക്കുക, അത് പ്രവൃത്തിപഥത്തിലെത്തിക്കുക. ഖുർആൻ വചനങ്ങൾ പ്രവൃത്തിപഥത്തിൽ എല്ലാവരും എത്തിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ നമ്മുടെ ലോകം എത്രയോ മനോഹരമാകുമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പിൽ ഉൾപ്പെടെ ഇവിടെ വളരെ ഗഹനമായ ക്വിസ് കോമ്പറ്റീഷൻ കേട്ടുകൊണ്ടാണ് ഞാൻ കടന്നു വന്നത്. അപ്പൊ നിങ്ങളൊക്കെ എത്രമാത്രം ആഴത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുള്ളവരാണെന്ന് നിങ്ങളിൽ ധാരാളം ആളുകൾ ഹാഫിളുകളായിരിക്കും എന്നാണ് ഞാൻ കരുതുക. അപ്പോ ആ മനഃപ്പാഠമാക്കിയത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആ ഖുർആന്റെ ആ 6000-ലധികം വരുന്ന ഹദീസുകളിലൂടെ, ആ വാക്യങ്ങളിലൂടെ, 114 അധ്യായങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ ആ വലിയ പരമമായ ദൈവികമായ പുണ്യവും സത്യവും സർവോപരി വെളിച്ചവും അത് ഈ ചുറ്റുമുള്ള സമൂഹത്തിന്, ഈ ലോകത്തിന് വിതറിക്കൊടുക്കാൻ, പ്രശോഭിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നമ്മുടെ ലോകം ഏറ്റവും മനോഹരമാകും. അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാകും, അത് നീതിയിൽ അധിഷ്ഠിതമാകും, അത് സത്യസന്ധതയിൽ അധിഷ്ഠിതമാകും, സർവോപരി അത് നന്മയിൽ അധിഷ്ഠിതമാകും. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അന്യനെ സ്നേഹിക്കാനും പങ്കുവയ്ക്കാനുമാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഈ കാലഘട്ടം അത് ആ മതത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അസഹിഷ്ണുതയും വെറുപ്പും വിദ്വേഷവും അപരജന വിദ്വേഷവും പ്രചരിപ്പിക്കുന്നതിനുള്ള ഉപാധിയാക്കി മാറ്റുമ്പോൾ ആ അന്ധകാരത്തിനെതിരെ വെളിച്ചമായി
ഖുർആൻ മാറട്ടെ, ഖുർആൻ പഠിതാക്കൾ അതിൻ്റെ എല്ലാം പ്രയോക്താക്കളായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്യാമ്പ് ഏറ്റവും പ്രയോജനീഭവിക്കട്ടെ എന്ന് മാത്രം നേർന്നുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.